ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അക്ബറും അനുമോളും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഒരു പാവയെ എടുത്തിട്ട് അതിൻ്റെ പാർട്സൊക്കെ യോജിപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ പാവ ആരാണ് നിർമ്മിക്കുന്നത് അയാൾക്ക് കുറേ പോയിന്റ് കിട്ടുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗെയിമിനകത്ത് അനുമോള് അക്ബറിനോട് പറയുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അവിടെ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് വളരെ ചെറിയൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനേക്കാളും 14 ഇരട്ടി വലുപ്പം തടിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണല്ലോ ഈ അക്ബർ. അപ്പോൾ പാവയെ എടുക്കാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം തന്നെ. ഞാൻ മറ്റുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അനുമോളുടെ മുകളിലൂടെ വന്ന് പാവയെ എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. കാരണം അനുമോൾ ചെറുതായത് കിട്ടില്ല എന്ന ഉറപ്പാണ് അക്ബറിന്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, ഇതിൽ ആൺ പെൺ വ്യത്യാസമില്ല, എങ്ങനെ വേണമെങ്കിൽ കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അക്ബർ അപ്പോൾ അനുമോളുടെ പുറകിൽ നിന്നിട്ട് എടുത്തതും അമ്മയ്ക്ക് ഇതൊക്കെ അങ്ങനെ ഒരു വളരെ മോശം രീതിയിലാണെന്നാണ് അനുമോൾ പറയുന്നത്. അത് ഉദാഹരണം പറയുന്നത് എന്താണ്, ബസ്സിൽ വരുന്ന ചില ആൾക്കാരെ പോലെ, അതായത് നമ്മൾ പറയല്ലോ ജാക്കി വയ്ക്കുക എന്ന് പറയില്ല, അതേപോലത്തെ ഒരു ആക്റ്റാണ് അക്ബർ ചെയ്തത് എന്നാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ അത് അനുമോൾക്ക് അങ്ങനെ ഫീൽ ചെയ്തതെങ്കിൽ നമ്മളെങ്ങനെയാണ് വുമൺ കാർഡ് ഇറക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതിലെ ലേഡി കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും പറയണേക്കാം വുമൺ കാർഡ് ഇറക്കുന്നു, വുമൺ കാർഡ്. ഇപ്പോൾ ഒനീലിൻ്റെ കാര്യം വന്നപ്പോൾ മസ്താനി വുമൺ കാർഡ് ഇറക്കി, അല്ലെങ്കിൽ ലക്ഷ്മി വുമൺ കാർഡ് ഇറക്കി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു ഹറാസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനായിട്ട് എങ്ങനെ പറ്റും? എന്തെങ്കിലും പറഞ്ഞപ്പോൾ പറഞ്ഞു വുമൺ കാർഡ് ഇറക്കുകയാണെന്ന്. അപ്പോൾ ഇത് ഒരു എന്താ പറയുന്നത്, ഇത് തന്നെ ഒരു ഇളതരമായിട്ട് ചില കണ്ടസ്റ്റൻസ് അത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പുറത്തു വരും അല്ലേ. ഇപ്പം അനുമോൾ, പക്ഷെ പല ആൾക്കാരും പറഞ്ഞു അനുമോളുടെ അത് ഡ്രാമയാണ്, അങ്ങനെ അയാളെ ഇങ്ങനെ താറടിച്ച് കാണിച്ച് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, അല്ല അനീഷ്, സാബുമോൻ, ഷാനവാസ, അങ്ങനെയുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ്, ആര്യൻ, അത്രയും കണ്ടസ്റ്റൻസ് എല്ലാം കളിക്കുന്നത് ഒരുവിധം ഗ്യാപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, അവരവരുടേതായിട്ടുള്ളൊരു സ്ഥാനം കണ്ടെത്തിയിട്ടാണ് അവർ കളിക്കുന്നത്. ഈ അക്ബറിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തിയിട്ട് തിരിഞ്ഞു നിന്ന് കളിക്കണമായിരുന്നു. ഇപ്പോൾ അനുമോളെ തന്നെ മുട്ടി നിന്ന് അനുമോളെ മേത്തോട്ട് കെടുന്നൊക്കെ കളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലായിരുന്നു. കാരണം ജസ്റ്റ് ഒരു ഗെയിമാണ്. എല്ലാവരും ഗെയിം കളിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ മെക്കെട്ട് കയറാൻ ചെന്ന് എങ്ങനെ ശരിയാവും അല്ലേ. നമ്മൾ എത്ര പറഞ്ഞാലും ബിഗ് ബോസ് ആണ്, പ്രോഗ്രസീവ് തോട്ട് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞാലും അത് ഇഷ്ടമല്ലാത്ത എത്ര പെൺകുട്ടികളുണ്ടാവും, അവരെ മേത്ത് കയറി കിടന്നിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇത് കയ്യിൽ അവരുടെ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്തു, കളിയുടെ ഇടയിൽ അതൊക്കെ സഹിക്കും. പക്ഷെ ഒരാളുടെ മൊത്തമായിട്ട് ഒരാളുടെ മേത്ത് കയറി കിടന്ന് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ആക്ട് ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അവർക്കത് കംപ്ലയിൻറ്റ് ചെയ്യാം. പക്ഷെ അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല, വുമൺ കാർഡ് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്കത് മോശമായി തോന്നി. അനുമോൾ അപ്പം തന്നെ ക്യാമറയിൽ പറയണമായിരുന്നു എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ട്, ഇത് അവിടെ അനീഷും സാബുമോനും ഒക്കെ വളരെ ജെൻറ്റിലായിട്ട് നിന്ന് കളിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്നെ ഇങ്ങനെ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് ഒരു അപ്രോച്ച് വന്നതെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അത് ക്യാമറ. ഇപ്പോൾ മുൻപ് തന്നെ അനുമോളിപ്പോൾ എന്താണെന്ന് പറയുക ഒന്നും പറയാത്തത്, മുൻപ് ഇപ്പോൾ ആ പുതപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അനുമോൾക്ക് ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ശരിക്കും റോസ്റ്റ് ചെയ്യണമല്ലോ ചെയ്തത് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട്. അപ്പോൾ ഇനി ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കഴിയാൻ പോകുന്ന ഈ ഒരു വേളയിൽ ഇനി അത്തരത്തിലുള്ളത് വേണ്ട എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അനുമോള് വളരെയധികം കരച്ചിലും ബഹളം ഉണ്ടാക്കി. അതിൻ്റെ ഇടയിലാണ് ചില വാക്കുകൾ അക്ബറിനോട് പ്രയോഗിക്കുന്നത്, അത് മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അക്ബർ കുറച്ച് ഇപ്പോൾ ഒരാൾക്ക് അയാൾ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയാനായിട്ട് ഒരു അവകാശം ഉണ്ടെങ്കിൽ അക്ബറിന് എങ്ങനെ പറയാൻ പറ്റും? അക്ബർ കുറ്റം പറയാൻ പാടില്ല. അക്ബറിന് ഒരാൾ കംഫർട്ടായിട്ട് നിന്ന് കളിക്കാനുള്ള അയാൾ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താനൊന്നും പറ്റില്ല. അക്ബറിൻ്റെതായ സ്ഥാനം കണ്ടിട്ട് അവിടെ നിന്ന് കളിക്കണമായിരുന്നു. അല്ലാതെ ഒരാളുടെ മെക്കെട്ട് കയറിയിട്ട് എന്തും ചെയ്യാമെന്നാണ്, ഒരു ഗെയിമാണെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ പറ്റുമോ? അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരാൾക്ക് അക്ബർ ഇവർ വുമൺ കാർഡ് എടുത്ത് എനിക്കെതിരെ ഇങ്ങനെ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത ആക്ട് എനിക്ക് തീരെ പിടിച്ചില്ല എന്നൊരു പെൺകുട്ടിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ബിഗ് ബോസ് ആണെന്ന് കരുതിയിട്ട് വുമൺ കാർഡ് ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വുമൺ കാർഡ് ഇറക്കിയതൊന്നുമല്ല, അവർക്ക് വന്ന് മോശമായിട്ട് അനുഭവം തോന്നിയപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു, അതിലിപ്പോൾ എന്ത് പറയാൻ പറ്റും? അങ്ങനെ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അക്ബർ പുണ്യാളനാണ്, അനുമോൾ ഭയങ്കരമായിട്ട് ഡ്രാമ ക്യൂനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ ഡ്രാമ ക്യൂനാണെന്നൊന്നും തോന്നുന്നില്ല. അവർക്ക് വിഷമം വരുമ്പോൾ അവർ കരയുന്നുണ്ട്, പ്രതികരിക്കുമ്പോൾ അവർ പ്രതികരിക്കും. അതുപോലെ എത്രത്തോളം മണ്ടത്തരങ്ങളൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിയാവുന്നത്. അപ്പോൾ ആര്യനും
അക്ബറിനും ദോശ ഉണ്ടാക്കാൻ പോയിട്ട് ആ ഒരു കാര്യത്തിനാണ് അനുമോള് ജയിലിൽ വരെ ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അപ്പോൾ അവരുടെ മണ്ടത്തരങ്ങൾ അപ്പം പറയും അത് മനഃപൂർവ്വം അനുമോൾ ആഗ്രഹിച്ച് ജയിൽ മേടിച്ചെടുത്താണ് സഹതാപ തരംഗത്തിനാണെന്നൊക്കെ കരച്ചിൽ തുടങ്ങിയത്. അപ്പം ഞാൻ പറയും അക്ബറൊക്കെ കരയുന്നുണ്ടല്ലോ, അക്ബറിൻ്റെ പാവം നഷ്ടപ്പെട്ടിട്ട് എന്താ പറയുന്നത് അക്ബർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം ആൾക്കാർക്ക് അത് സഹതാപ തരംഗത്തിന് വേണ്ടി നമുക്കും പറയാമല്ലോ. അനീഷ് ഇടയ്ക്ക് പോയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അനുമോൾ ഇരിക്കുമ്പോൾ മാത്രം എന്താണ് ഈ ആൾക്കാർ പ്രശ്നമെങ്കിൽ മനസ്സിലാവുന്നില്ല. പിന്നെ അനുമോളെ കുറിച്ച് ഒരു നല്ല വീഡിയോ ചെയ്ത് അനുമോളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ ഉടനെ അനുമോളുടെ PR എന്നാണ് പറയുന്നത് എല്ലാവരും. ഇവർക്കൊന്നും എന്താ PR ഇല്ലേ? അനുമോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ എനിക്ക് അനുമോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അവർ കരയുമ്പോൾ അത് ജെന്യുവനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചില കാര്യം ഇപ്പോൾ ഈ ദോശ ചുടാനായിട്ട് പോകുമ്പോൾ ആദ്യം നൂറ് പറയുന്നത് പോവരുതെന്ന് പറയുമ്പോൾ അനുമോൾ അത് അനുസരിക്കരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അനുമോൾ കുറച്ച് അവിടെ ഗെയിം കളിച്ച്, അതായത് ആര്യനും അക്ബറും അതിന് മുമ്പ് വരെ വളരെ ദേഷ്യത്തോടുകൂടി പെരുമാറിയിട്ട് പിന്നെ രാത്രിയായപ്പോൾ അവർക്ക് വേണ്ടി ദോശ ചൂടാൻ പോയി നിന്നു. അതായത് ഹൗസ് ക്യാപ്റ്റനെ കിച്ചൺ ക്യാപ്റ്റനോട് പോലും ചോദിക്കുക, അത് അനുമോളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ അബദ്ധങ്ങളും അനുമോൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും ക്രൂശിക്കണോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കരഞ്ഞ ഉടനെ ഡ്രാമയാണ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയും മാനസികമായി ബുദ്ധിമുട്ടിയും ഒന്ന് മാറിയുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അക്ബറൊക്കെ എത്രയോ തവണ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പോലെ അപ്പാനി പോയതിന് ശേഷം എവിടെയായിരുന്നു അക്ബറിന് കളി എല്ലാം ഡൗൺ ആയിരുന്നു. ആ അക്ബറിനെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയിൽ പെടുത്തുന്നില്ല, കരയുമ്പോൾ ഇമോഷണൽ സ്ട്രാറ്റജിയിൽ പെടുത്തുന്നില്ല. മോശം വാക്കുകൾ പറഞ്ഞാൽ അത് എടുത്ത് ചോദിക്കപ്പെടുന്നില്ല. അക്ബർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ കൂട്ടു നിൽക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ കൂട്ടു നിൽക്കുന്നത്, ഫ്രണ്ട് ആകുമ്പോൾ തിരുത്തണ്ടേ എന്നതിൻ്റെ ഒരു ചോദ്യം വരുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രിവിലേജാണ് എനിക്ക് തോന്നുന്നത് അക്ബറിന് കൊടുക്കുന്നത്. അപ്പോൾ അനുമോള് കരഞ്ഞതിൽ എനിക്ക് കുറ്റമൊന്നും തോന്നുന്നില്ല. അക്ബറിന് ഒതുങ്ങി കളിക്കാമായിരുന്നു. അത് പറ്റില്ലെങ്കിൽ അനുമോൾക്ക് അവിടെ നിന്ന് പോകാമായിരുന്നു. ഇങ്ങനെയൊന്നും മുട്ടി നിന്ന് കളിക്കാൻ പറ്റില്ലെങ്കിൽ അനുമോൾക്ക് ആ ഗെയിം ഉപേക്ഷിച്ച് പോകാമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അക്ബറിനും കുറച്ച് മാന്യതയോടുകൂടി അക്ബറിൻ്റേതായുള്ള ഒരു പൊസിഷൻ എന്താണെന്ന് കറക്റ്റായി എടുത്ത് അവിടെ നിന്ന് കളിക്കണമായിരുന്നു. അനീഷ് ആയാലും ആര്യനായാലും അതുപോലെ സാബുമാനായാലും ഒക്കെ അവരവരുടേതായുള്ള ഒരു പൊസിഷൻ കണ്ടെത്തിയാലും പെണ്ണുങ്ങളെ മൂട്ടി പോയി നിന്നിട്ടല്ല അവർ കളിച്ചിട്ടുള്ളത്. അത് അക്ബർ ഭാഗത്ത് തെറ്റാണ്. അത് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. അനുമോൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നി അനുമോൾ അവിടുത്തെ എഴുന്നേറ്റ് പോകണമെന്നല്ല, അനുമോൾക്ക് ബുദ്ധിമുട്ട് അനുമോൾ പ്രതികരിച്ചു, അല്ലെന്താ തെറ്റ്? അതിന് വുമൺ കാർഡ് ഇറക്കുന്നു, കരച്ചിലോളി, ഇമോഷണൽ ഡ്രാമ ക്യൂൻ എന്ന് പിന്നെന്താണ് നെവിനൊരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, മോഡേൺ കുലസ്ത്രീ എന്നോ അങ്ങനെ എന്തൊക്കെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത് ഇങ്ങനെയൊക്കെ? എന്തായാലും അനുമോൾ ഇങ്ങനെ തന്നെ ഒറ്റയ്ക്ക് കളിക്കായിരിക്കും നല്ലത്. ആദിലയുടെയും നൂറയുടെയും കൂട്ടുപിടിച്ച് കളിക്കുന്നത് ഇനിയും മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.